എന്താ വേണ്ടേ? ഇന്ന് നാട്ടില് പിസ്സ കഴിക്കുന്ന എല്ലാരും കാണാൻ പോവാന്നാ തോന്നുന്നേ. ജോർദാർ, അത് വൈറ്റ് ഫോറസ്റ്റ് പിസ്സയാ. അതിന്റെ മണം നീ മണപ്പിക്ക്. വേണ്ട, ഞങ്ങളെ വിട്ടേക്ക്. ഇവൻ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ. അപ്പൊ ഇവന്റെ സുഹൃത്തുക്കളും കൂടി വന്നാലോ? ചോട്ടെ, പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ എല്ലാരും കൂടി രക്ഷപ്പെടുത്താം. അതെടുത്ത് എറിയേ. അത് പൊട്ടിയാലുണ്ടല്ലോ പിസ്സ പോലെ നീ പീസ് പീസ് ആയി പോവും. ചോട്ടെ പാടേ, ഇവരടിക്ക്. വേണ്ട, നിർത്ത്. എന്നെ എന്തിനാ വെറുതെ ഇട്ട് അടിക്കുന്നേ? ഇങ്ങനെ ഇട്ട് അടിക്കാൻ ഞങ്ങളുടെ ഇനി എന്താ ഉള്ളത്? കണ്ടോ, ഞങ്ങൾ ഈ അവസ്ഥയിലാക്കി അവൻ. കഥ കഴിഞ്ഞു. അനിയെന്തിനാ കിഡ്നാപ്പ് ചെയ്തത് തെറ്റാണ്. ഇവനെ കാശ് വല്ലതും വേണമെങ്കിൽ തരാം. ഈ അടിയുടെ അടുത്തത് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾ ചെയ്തത് തെറ്റാ. എനിക്ക് നിങ്ങൾ ഒരു കാര്യം മാത്രം പറഞ്ഞതാ, ഈ സീതാപ്പഴം എങ്ങനെയാ പൊട്ടിത്തെറിക്കുന്നത്? അല്ല, വാവ്, ഡോളിനെ വൃത്തിയാക്കിയാണോ? ഡോൾ എന്തൊരു വസ്തുവാണോ അതിനെ വൃത്തിയാക്കാൻ? ഇത് എന്റെ കൊച്ചു കുട്ടിയാ, ഞാൻ കുളിപ്പിച്ചോണ്ടായിരുന്നേ. അല്ലെങ്കിൽ കൊച്ചിന് റാഷസ് വരും. ഡോളിന്റെ ഡ്രസ്സൊക്കെ പഴയതുപോലെ തോന്നുന്നു. ആണല്ലോ, ഞാൻ കുറെ ദിവസമായി ഡോളിന് വേണ്ടി ഷോപ്പിംഗ് ചെയ്യണമെന്നിരിക്കുക. ശരിയാണ്, ഞാൻ എപ്പോ ഷോപ്പിങ്ങിന് പോയാലും അപ്പോഴൊക്കെ ബണ്ണിയേം എന്റെ കൂടെ കൂട്ടിയിട്ട് പോവാറുണ്ട്. അതെ അതെ, ശരിയാണ്. ഓക്കേ ബണി, അപ്പൊ നമുക്ക് ഇന്ന് തന്നെ പോവാം. ബണ്ണി, നിനക്കിപ്പോ ബാസ്കറ്റ് അല്ല ടാബ്ലറ്റ് ആണ് ആവശ്യം. എനി ഡൗട്ട്? എന്താ അനിയാ? എന്താ ഇത്? ഞാൻ എന്റെ ഉള്ളിലുള്ള പെണ്ണിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കഴുതെ, അകത്തുള്ള പെണ്ണ് പുറത്തല്ല വന്നത്. നീയാ ഇപ്പൊ പെണ്ണായിട്ട് മാറിയത്. നമ്മുടെ അകത്തൊരു പെണ്ണുണ്ടെങ്കിൽ അവളെ പുറത്തും പെണ്ണിനെ പോലെ തന്നെ കാണിക്കണ്ടേ? സ്റ്റോപ്പേഡ്. അയ്യോ, അടിപൊളി അടിപൊളി അടിപൊളി. അണി, നീ കാണാൻ അടിപൊളിയാണല്ലോ. You teasing? അയ്യോ, എന്നെ ജനിപ്പിച്ചവരുടെ മേലെ സത്യം ചെയ്ത് പറയാ, ഇങ്ങനെ എന്നെ നോക്കി കൊല്ലല്ലേ ഹണി. നിക്ക്, നീ എന്താ ചെയ്യുന്നേ? ആരെങ്കിലും പെണ്ണുങ്ങളെ ശല്യം ചെയ്താ ആ പെണ്ണ് അവരെ ചെരുപ്പ് കൊണ്ടടിക്കും. പിന്നെ നിങ്ങൾ വളരെ നന്നായിട്ടാ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ സ്വീറ്റി അത്ര നന്നായിട്ടൊന്നും സംസാരിക്കുന്നില്ലല്ലോ. അതെയോ? അതെ, പിന്നെ ടിവിയിൽ കാണിക്കുന്നത് മുഴുവനും അവളെ ആയിരിക്കും. പിന്നെ നിന്റെ പേരാണെങ്കിൽ മെല്ലെ പറയുകയേ ഉള്ളൂ. റെഡിയല്ലേ പിങ്കി?
ആ അതെ, പക്ഷെ എന്റെ പേര് ഉറക്കെ പറയേ. ഇത്തവണ മര്യാദക്ക് സംസാരിക്കും. എനിക്ക് കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിങ്കി, നീ ക്യാമറ പേഴ്സണാ. ശരിക്കും ഷൂട്ട് ചെയ്യുന്നത് വരെ നീ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നീ തെറ്റെയ്തേനെ ഞാൻ കഷ്ടപ്പെടണോ? റിപ്പോർട്ടറോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, വലിയ റിപ്പോർട്ടർ വന്നിരിക്കുന്നു. മര്യാദക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കാൻ വരികയാണോ? മര്യാദക്ക് നീ ക്യാമറ പിടിക്കാൻ പഠിക്കേ. ആദ്യം നീ മൈക്ക് പിടിക്കാൻ പഠിക്കേ. ഞാൻ നിനക്ക് ജോലി തന്നില്ലെങ്കിലുണ്ടല്ലോ, നീ വല്ല കല്യാണ വീഡിയോ എടുക്കേണ്ടി വരും. നിന്നെ ഞാൻ അതെ അതെ, നീ സംസാരിക്കേണ്ടത് എങ്ങനെയാന്ന് അറിയാമോ? ട്രെയിനിൽ ചായ വെക്കുന്നവനെ പോലെ ഉണ്ട്. മാറി നിൽക്ക്. രണ്ടുപേരെ തമ്മി തല്ലിച്ചപ്പോ എന്തൊരു സുഖം. മോചിതരായി ഞാൻ വന്നല്ലോ. ഞങ്ങളുടെ ശിക്ഷ തീർന്നു. ജയിലിൽ നിന്ന് ഞങ്ങൾ മോചിതരായി. ബടേ, മനസ്സുകൊണ്ട് എനിക്ക് ഇപ്പോഴും സന്തോഷമായില്ല. ചോട്ടെ, നീ എന്തോ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എടാ പ്രാന്ത, എത്ര തവണയാ ഹണി ബണ്ണി പോപ്പട്ട് ജോർദാറൊക്കെ നമ്മളെ ജയിലിലേക്ക് അയച്ചിരിക്കുന്നേ. അതിന് നമുക്ക് അവന്മാരുടെ അടുത്ത് പ്രതികാരം വീട്ടണം. തീർച്ചയായിട്ടും അവരോട് പകരം ചോദിക്കണം. ഇങ്ങനെയാണോ? ഇല്ല ഇല്ല, ഇങ്ങനെയല്ല. എനിക്ക് അവന്മാരുടെ അടുത്ത് പ്രതികാരം തീർക്കണം. എനിക്ക് അവന്മാരെ ശിക്ഷിച്ചേ തീരൂ. എനിക്ക് അവന്മാരെ തലകുത്തനെ കെട്ടിയിട്ട് പ്രതികാരം തീർക്കണം. എനിക്ക് അവന്മാരെ എല്ലാരെയും പ്രതികാരം ചെയ്തേ മതിയാവൂ. പോയാ ബണ്ണിയെ പിടിച്ചോണ്ട് വാ. അല്ല, ബണ്ണി മാത്രം ആക്കിയത് എന്താ? കാരണം എല്ലാരും ബണ്ണി പറയുന്നത് കേട്ടാണ് ചെയ്യുന്നത്. ബണ്ണി നമ്മുടെ കൺട്രോളിൽ വന്നു കഴിഞ്ഞാ ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാ. ഓക്കെ, ട്രെയിൻ വണ്ടി. വേണ്ട, ട്രെയിൻ വഴി പോവണ്ട, കാറ് വഴി പോ. എന്നാലേ അവിടെ വേഗം എത്തത്തുള്ളൂ. ഹണി, നിനക്കത് എന്തു പറ്റി? എന്നെ കാണാൻ അടിപൊളിയായിട്ടില്ലേ? മര്യാദക്ക് ഇരിക്ക്, എന്റെ ബാലൻസ് തെറ്റും. എന്നെ കണ്ട ഏതൊരാൾക്കും ബാലൻസ് ഒക്കെ തെറ്റും. ഹണി, തോന്നിയതൊന്നും വിളിച്ചു പറയല്ലേ. എന്റെ സംസാരം നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്? ഞാൻ ഇനി നിന്റെ സ്കൂട്ടറിൽ വരുന്നില്ല. ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. ഓട്ടോ. ഹണി, ഇതെന്തൊരു കോലാ ഇത്. എന്റെ കാര്യം വിട്. നിങ്ങളുടെ ഭർത്താവിന്റെ കോലത്തിനെ പറ്റി വല്ലതും അറിയോ പെങ്ങളെ? നിങ്ങൾ ഇവിടെ വീട് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടെ നിങ്ങളുടെ ഭർത്താവ് വേറെ ഏതോ പെണ്ണിന്റെ കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ബോക്സറാ, ബോക്സ്. ബാക്ക്. അതൊക്കെ ആയിരിക്കാം, പക്ഷെ ഇപ്പൊ വേറൊരു റിംഗിലാണ് മാച്ച് നടക്കുന്നത്. എന്റെ ഭർത്താവ് ബോക്സറാ, ബോക്സർ. എന്റെ അച്ഛനാണെങ്കിൽ വലിയ ഫയൽവാനും. എടാ, നീ എന്താ ചെയ്യുന്നേ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, നിങ്ങളുടെ ബൈക്കിന്റെ പിന്നിൽ നിന്ന് ആരായിരുന്നു? മോണ അമ്മേ, അവളെ ഇപ്പോഴാണ് ഇവിടുന്ന് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ കൊണ്ടുപോയത്. കേട്ടില്ലേ പെങ്ങളെ? മോണെ അല്ല, അവളൊരു വശീകരണക്കാരിയാണ്. ഓ, മോണ ഇവരുടെ സഹോദരിയാ. എനിക്കിപ്പോ ഷോപ്പിങ്ങിന് പോണം. ബൈ. ഇത് കേൾക്ക്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. ഈ മോഹൻ തോമസിനോട് കളിച്ച എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാവടാ. ധൈര്യമുണ്ട്, അടിയടാ എന്നെ. ഇവന്റെ തല മുതൽ കാല് വരെ ഈ ചങ്ങലയിട്ട് കെട്ടിവെക്ക്. എനിക്ക് മേക്കപ്പ് കിറ്റും ലിപ്സ്റ്റിക്കും കാണിക്കോ? ഷുവർ മാഡം, നിങ്ങൾ ഏത് മേക്കപ്പ് ആണ് യൂസ് ചെയ്യാറ്? ഏതെങ്കിലും നല്ലതൊരെണ്ണം മതി. എന്നാ ശരി, ഞാൻ ആദ്യം നിങ്ങൾക്ക് ലിപ്സ്റ്റിക്സ് കാണിക്കാം. നിങ്ങൾക്ക് ചേരുന്ന കുറെ ഷെയ്ഡ്സ് ഉണ്ട് ഇവിടെ. അവർക്ക് വേണ്ടി അല്ല, അവരുടെ ഡോളിനാണ് ലിപ്സ്റ്റിക് വേണ്ടത്. എന്ത്, ഡോളിന് വേണ്ടിയോ? എന്താ ഡോള് മേക്കപ്പ് ഇട്ടൂടെ? പിന്നെന്താ, തീർച്ചയായും ചെയ്യാലോ. ഞങ്ങളുടെ അടുത്ത് ഡോൾസിന് സ്പെഷ്യൽ പ്രോഡക്ട്സ് ഉണ്ട്.
ദാ ഇത് നോക്കിയേ മാഡം. ബന്നി ഇവിടെ വാ. നീ എന്താ കാണിക്കുന്നേ? ഷേഡ് സെലക്ട് ചെയ്യാണ്. അടിപൊളി. കുറച്ച് ചംക്കി പൗഡർ കൂടെ ഇട്ടോ. പിന്നെ അങ്ങനെ തന്നെ ഡാൻസ് കളിക്കട്ടെ. വെൽക്കം മാഡം, വെൽക്കം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഹെയർ സ്പാ ചെയ്യണം. വരൂ വരൂ, വന്നിരിക്കൂ. പ്ലീസ്. അയ്യോ ഇവർക്കല്ല, ഇവരുടെ ഈ പാവയ്ക്കാണ് ചെയ്യേണ്ടത്. എടാ പിള്ളേരെ, നിങ്ങൾ എന്തായി പറയുന്നേ? ഐ എം സോറി, പാവയ്ക്കൊന്നും ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല. ചേട്ടാ കുറച്ച് എക്സ്ട്രാ പൈസ തന്നാ ഡോളിനൊരു സ്പാ ചെയ്യില്ലേ? ഓക്കെ മോനെ, വെറും 25K ആവും. വെറും 25 റുപ്പീസോ? എന്നാ 2 തവണ ചെയ്യാലോ? 25K എന്ന് പറഞ്ഞാൽ 25,000. മനസ്സിലായോ? ഇത് ഒത്തിരി വില കൂടുതലാണല്ലോ. നീ എന്തിനാ കാശിനെ കുറിച്ച് വിഷമിക്കുന്നേ? കുറെ കാശുണ്ട് പന്നീരടുത്ത്. ഞാനെങ്ങനെ ഇത് മറന്ന്? താങ്ക് യു ബന്നി. നിങ്ങൾ സ്പാ ചെയ്യൂ. ആഹാ. ഐസ്ക്രീം. ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ. എന്താ സോറിദാർ, നീ എന്തിനാ ഹെയർ ഡേ എടുത്ത് കഴിച്ചേ? അത് ഞാൻ ഐസ്ക്രീം ആണെന്ന് വിചാരിച്ചു. ചില ആൾക്കാർക്ക് എല്ലാം കഴിക്കുന്ന സാധനമായിട്ടാ തോന്നുന്നു. മിണ്ടാതെ അവിടെ ഇരിക്കേ, അല്ലെങ്കിൽ നിന്റെ മുടി ഞാൻ കടിച്ചു തിന്നും. എണ്ണീരാ. ഞാൻ സത്യമായിട്ട് പറയാ, ആ ഫോട്ടോയുടെ മേളില് മിസ് കാർട്ടർ കൈയിട്ട് ഫോട്ടോ എടുത്തപ്പോ ഞാൻ ആ സ്റ്റാച്ചു ആയിരിക്കാൻ പാടില്ലായിരുന്നു എന്റെ മനസ്സ് പറഞ്ഞു. ഐഡിയ കിട്ടി. പോസ് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് സ്റ്റാച്ചു ചെയ്യാം. കഴിഞ്ഞു. ഒന്ന് നന്നായി ചെക്ക് ചെയ്തു. ഇടക്കിടക്ക് ഇങ്ങനെ കണ്ണാസാറിന് പെയിന്റ് അടിക്കാൻ പറ്റില്ല. നീ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ ഹണിയുടെ ടാലന്റ് മാത്രം സംശയിക്കരുത്. എന്നെ കാണാൻ ഒരു ബജ്ജിയെ പോലുണ്ട്. ഈ പെയിന്റ് കഴിവ് എന്റെ സ്കിന്നെ ഇരിക്കുന്നു. സാറേ വീട്ടിലേക്ക് പോയി എടുത്തോ. കാട്ടിന്റെ അകത്ത് ഒരുപാട് പാമ്പുണ്ടാവും. ഇപ്പോഴൊക്കെ സഹായിക്കുന്നവര് ഭയങ്കര പാവമാണ്. മാഡം, ഞങ്ങള് മാർക്കറ്റിലേക്ക് പോവാ. മാഡത്തിന്റെ ട്രിപ്പ് ഫോട്ടോ ഞങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് വരാം. ഒന്ന് നോക്കി പറയോ ഏതൊക്കെയാണ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതെന്ന്? എന്താ ഇത്? എന്താ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ പാതി പാതിയായിരിക്കുന്നേ? ക്ഷമിക്കണം മാഡം, ഞങ്ങൾ ഫോട്ടോ തെറ്റായിട്ട് എടുത്തു. എന്ത്? എന്നാൽ നീ അവിടെ ഉണ്ടായിരുന്നേ ഇല്ലല്ലോ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? മാഡം, നിങ്ങൾ ധൈര്യശാലിയാണ്. ആരെക്കാളും ചെറിയ ആളല്ല. ഓ അതെയോ? അത് മാത്രല്ല, മാഡം അല്ല. ഇവര് മാഡം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇവർക്ക് ഫോട്ടോ കാണിക്കുന്നത്? കാരണം ഇവര് സാധാരണ മാഡം അല്ല, നമ്മുടെ സ്നേഹമുള്ള മാഡമാ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നേ? സത്യം പറയേ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്തത്? ഒന്ന് നിർത്തൂ, ഒന്ന് നിർത്തൂന്നേ. വേണ്ട പണി, ഞാൻ വീഴും. നിർത്തൂ. നിങ്ങൾക്ക് കാണുന്നില്ലേ, ജോർദാർ പേടിച്ചിരിക്കാ. ഒന്ന് നിർത്തൂന്നേ. നീ പെണ്ണുങ്ങളെ പോലെ പേടിക്കുന്നു. പെണ്ണുങ്ങളെ പോലെ പേടിക്കണമെന്ന് വെച്ചാ നീ എന്താ പറയുന്നേ? ആണുങ്ങളെ പേടിക്കില്ല എന്നാണോ? പെണ്ണുങ്ങൾ ഫിസിക്കലി വീക്ക് ആണെങ്കിലും ഇമോഷണലി സ്ട്രോങ് ആണ്. ആണായാലും പെണ്ണായാലും എല്ലാരും ഒന്നാണ്. അതെയോ, ഒരുപോലെയാണോ? അപ്പൊ മെനിഞ്ഞാന്ന് ഞാൻ നിന്നെ അടിച്ചപ്പോ നീ എന്തിനാ ദേഷ്യപ്പെട്ടെ? നിനക്ക് ഇമോഷണൽ ആകായിരുന്നില്ലേ? അല്ല, പെൺകുട്ടികൾ എപ്പോഴും ഇമോഷണൽ ആവാറില്ല. പക്ഷെ ചില സമയം ആണുങ്ങള് ചെരുപ്പൂരി അടിക്കും കേട്ടോ. പക്ഷെ നീ എന്നെ ചെരുപ്പ് കൊണ്ട് അടിച്ചതും ഇല്ലല്ലോ. എടാ മണ്ടാ, അത് ഞാൻ പെൺകുട്ടിയല്ലല്ലോ, ആൺകുട്ടിയല്ലേ. നമ്മളിപ്പോ എന്തിനെ പറ്റിയാ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്? പെണ്ണുങ്ങളെ പറ്റിയാണോ അതല്ല പെണ്ണുങ്ങളുടെ പ്രവൃത്തികളെ പറ്റിയാണോ? നിക്ക് വഴക്കിടണ്ട, ഞാൻ പറഞ്ഞുതരാം. എന്റെ സ്വന്തം അമ്മയുടെ പുറത്ത് സത്യം ചെയ്ത് പറയാണ്. എന്നെ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എനി ഡൗട്ട്? എന്നാ പറ. എല്ലാ പിള്ളേരുടെ മനസ്സിലും ഒരു പെൺകുട്ടി എപ്പോഴും കാണും. അപ്പൊ നിന്റെ ഉള്ളില് ഏത് പെണ്ണാ ഉള്ളത്? പിന്നെ അവളുടെ പേരെന്താ? അത് നിന്റെ അകത്തുള്ള നിന്റെ ഉള്ളിലുള്ള പെണ്ണ് കാണാൻ എങ്ങനെ ഉണ്ടാവും? വേഗം പറ.
എടാ രണ്ടാമതെന്ന് വെച്ചാ വേറെ പെൺകുട്ടികളൊന്നും കാണില്ല എന്ന് വെച്ചാ എന്താ നീ ഇങ്ങനെ അതായത് എന്നൊക്കെ പറയുന്നേ? നീ എല്ലാ അർത്ഥത്തിലും ആണുങ്ങളുടെ ഉള്ളിൽ പെണ്ണുണ്ടാവുമെന്ന് പറഞ്ഞത്? പണിയെടുക്കാത്ത ഒന്ന് ഇന്ന് പണിയെടുക്കുന്നു. ഈ ക്യാമറ നല്ലോണം യൂസ് ആകും. ഞാൻ ക്യാമറയെ കുറിച്ചല്ല പറഞ്ഞത്, നിന്നെ കുറിച്ചാ പറഞ്ഞത്. ആ ഫോട്ടോ അങ്ങോട്ട് കാണിക്ക്. ആ, നിന്റെ ബുദ്ധി പോലെ തന്നെ നീ ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നേ. ഹൈ എന്ന് വെച്ചാ നന്നായിട്ടുണ്ടോ? ഇല്ല, ഒരു സൈഡ് നിന്റെ തലച്ചോറ് പോലെ കാലിയായിരിക്കുന്നു, ഇന്നൊരു സൈഡ് എന്റെ പകുതി മുഖം കാണുന്നില്ല. മുഖം എങ്ങനെയാണ് ഉള്ളത് അതുപോലെയല്ലേ ഫോട്ടോയിൽ കിട്ടൂ. എന്റെ മുഖം എല്ലാവർക്കും ഇഷ്ടമാണ്. ചെടിയിൽ വിരിയുന്ന പൂ പോലെ നിന്റെ തലയിലും ഇല്ലേ ഒരെണ്ണം, അതുകൊണ്ടാ. ഹേയ്, എന്നെ നീ കളിയാക്കുന്നു. നീ ഞാൻ എടുത്ത ഫോട്ടോ കളിയാക്കിയതല്ലേ? നിനക്ക് ഫോട്ടോ എടുക്കാൻ അറിഞ്ഞുടങ്ങി പിന്നെ എന്തിനാ ക്യാമറയും കഴുത്തി തൂക്കിയിട്ട് നടക്കുന്നേ? ക്യാമറ എടുത്ത് കള. നീ ശരിക്കും കഴുത തന്നെയാണ്. നിന്റെ ക്യാമറ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് നീ ചിരിച്ചോണ്ട് നിൽക്കുന്ന. എടോ അവൻ എന്തിനാ ചിരിക്കുന്നതെന്ന് വെച്ചാ ആ ക്യാമറ അവന്റേതല്ല മേഡത്തിന്റെതാ. മേഡത്തിന്റെയോ? ഇല്ല. ഇവൻ ഇത് എന്താ ചെയ്യുന്നേ? എടാ, ഈ ക്യാമറ മേഡത്തിന്റെയാ. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. എന്താ? മാഡം എവിടെയൊക്കെ ചെന്നാണോ ഫോട്ടോ എടുത്തത് ആ സ്ഥലത്തൊക്കെ നമ്മളും ചെന്ന് ഫോട്ടോ എടുക്കാം. ചിപ്പ് മാത്രമല്ലേ പൊട്ടിയുള്ളൂ, ക്യാമറയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പൊ ഞാൻ മാത്രമല്ല, എല്ലാ പൂച്ചകളും കഴുതകളാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. മേഡത്തെ ഫോട്ടോ എടുക്കാൻ നമ്മൾ കൂട്ടിക്കൊണ്ടു പോയാ അവര് ചോദിക്കത്തില്ലേ? മാഡമിനെ കൂട്ടിക്കൊണ്ടു പോണ്ട. ബൊമ്മക്കടക്കാരൻ പപ്പുവിന്റെ അടുത്ത് മാഡമിന്റെ ഒരു ഫോട്ടോ കൊടുത്താലേ മാഡമിനെ പോലെ ഒരു ബൊമ്മയാക്കി തരും. പക്ഷെ നമ്മൾ എങ്ങനെ ഫോട്ടോ കൊണ്ടു കൊടുക്കും? നീ അതൊക്കെ നശിപ്പിച്ചില്ലേ? കഴുതേ, വീട്ടില് മാഡമിന്റെ ഒരുപാട് ഫോട്ടോസ് ഇല്ലേ? Yes, കളിപ്പാട്ടം ചെയ്ത് റീക്രിയേഷൻ ചെയ്യാം. അല്ല പക്ഷെ അവരെങ്ങനെയൊക്കെ പോസ് ചെയ്തത് നമുക്ക് എങ്ങനെ അറിയാനാ? ആ ഫോട്ടോസ് കണ്ണാ സാറാ എടുത്തത്. നമുക്ക് കണ്ണാ സാറോട് സഹായം ചോദിക്കാം. അതെ, കണ്ണ സാർ നമ്മളെ എങ്ങനെ സഹായിക്കും? ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് സഹായം ചോദിക്കാം. ബോർഡറിൽ നമ്മളെ മിലിറ്ററി ഫൈറ്റ് ചെയ്യാൻ നിപ്പുണ്ട്. പക്ഷേ മിസ് കാർട്ടർ നിക്കായിരുന്നു ഇരിക്കായിരുന്നു ഞാൻ മറന്നുപോയി. ഒന്ന് ഓർമ്മിച്ചു നോക്കൂ, അതേ ഫോട്ടോസ് വേണം. അതെ, നിങ്ങളുടെ ബുദ്ധി ഒന്ന് ഉപയോഗിക്കും. നിന്നോണ്ടൊന്ന് എടുക്കാം, ഇരുന്നോണ്ടൊന്ന് എടുക്കാം. ഓക്കേ. ഹണി ഫോട്ടോ ചെക്ക് ശരിയായിട്ടില്ലേ? എന്തെങ്കിലും ചെയ്യുമ്പോ അതിൽ ഹണിയുടെ ടാലന്റിനെ മാത്രം സംശയിക്കരുത്. ഈ ഫോട്ടോ എനിക്ക് ഓർമ്മയുണ്ട്. മിസ് കാർട്ടർ ഇവിടെ വരുമ്പോ തെന്നി വീണു. അവനെ ഞാനാ പിടിച്ചേ. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ആദ്യം പോയ പ്രതിമയെ രക്ഷിക്ക്, അത് നനയുന്നുണ്ട്. ചേടാ, ജീവനുള്ള മനുഷ്യനെ വിട്ടിട്ട് ജീവനില്ലാത്ത ബൊമ്മയെ രക്ഷിക്കുകയാണോ നിങ്ങള്? ജോർദാർ, നീ പോലീസ് അല്ല. നിന്റെ കയ്യും മാത്രം നീളം ഇല്ല. കണ്ണാ സാർ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. എന്നെ രക്ഷിക്കൂ. നിൽക്കൂ, ഞാൻ രക്ഷിക്കാൻ വരാം. രക്ഷിച്ചു, ഞാൻ ക്യാമറയെ രക്ഷിച്ചു. ഹണി, നിന്റെ കൈ താ. എന്റെ കൈ ഞാൻ നിങ്ങൾക്ക് തന്ന പിന്നെ അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാനും കൂടെ വന്ന് കളിക്കാൻ മനിയാ. ഓ, എന്റെ
എന്റെ കാല് നല്ല വേദനിക്കുന്നു. നിങ്ങൾക്ക് പകരം മിസ് കാർട്ടർ ആണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നേനെ? ഇവിടെ ജീവൻ പോവെന്നുള്ള പേടിയാ, അപ്പോഴാണ് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുന്നത്.